അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എന്തിനാ ഇപ്പം നമ്മൾ ദീൻ പഠിക്കുന്നത്? നമ്മൾ പുറത്തു കൊടുക്കുക. കാരണം അത് ഇച്ചിരി പ്രയാസം ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഇച്ചിരി വേദന ഉണ്ടാക്കിയ ആളാണല്ലോ, എന്നെ വേദനിപ്പിച്ചല്ലോ, ആ വേദനിപ്പിച്ചത് ക്ഷമിക്കുക. അതിനല്ലേ ക്ഷമ എന്ന് പറയാം. അത് ക്ഷമിച്ചു കൊടുക്കൂല. പിന്നെ ക്ഷമൻ്റെ കൂലി എങ്ങനെ കിട്ടുക? ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. സ്വാബിർ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അർത്ഥം. നമ്മൾ സ്വാബിരീങ്ങളാണ്. എന്ത് ചെയ്യുക? ക്ഷമിച്ചു കൊടുക്കേണ്ട ആളുകളാണ്. മൻ ഖലമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുനഫിദഹു. അല്ലാഹു തആല ആ മനുഷ്യന് പ്രതികാരം ചെയ്യാൻ കഴിവ് നൽകിയിരിക്കെ എന്നിട്ട് ആ ദേഷ്യം പിടിച്ചു വെച്ചു. ദഅാഹുല്ലാഹു അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ. അന്ത്യനാളിൽ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം ഈ മനുഷ്യനെ മാത്രം അല്ലാഹു പ്രത്യേകം എടുത്തു പറയുമത്രേ. തുമ്മ യുഖയ്യിറു മിനൽ ഹൂറിൽ ഐനി മാ ശാഅ. അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ, സ്വർഗത്തിൻ്റെ ഹൂറുൽ ഈനുകളെ ആരെ വേണമോ കൊണ്ടുപോയിക്കോ എന്ന് ഈ ദേഷ്യം കടിച്ചിറക്കിയ ആളോട് അല്ലാഹു തആല ഖിയാമത്ത് നാളിൻ്റെ മഹ്ശറയിൽ വെച്ച് തന്നെ അവിടുന്ന് സമ്മാനം കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പരലോകത്തെ ഹിസാബിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടെ പറയട്ടെ. സമയം വൈകിയോ? സ്വലാത്തു ചൊല്ലാൻ സമയം അല്ലേ? സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കേണ്ട മുമ്പ് നേരത്തെ നിങ്ങൾ അപ്പുറപ്പുറമുള്ള ആൾക്കാരോട് ചോദിച്ചില്ലേ പേര്? അത് അപ്പുറത്തും ഇപ്പുറത്തുള്ളവരെ പേര് ഓർമ്മയുള്ളവർ ഇരുന്നാൽ മതി ആദ്യം. ഇല്ലെങ്കിൽ അത് ചോദിച്ചിട്ട് പഠിച്ചിട്ട് ഇരുന്നോളെ. അരമണിക്കൂർ കൊണ്ട് പേര് പറഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നിങ്ങളെ സ്വീപ്പാക്കാന്ന് വിചാരിക്കരുത്. ഇടയ്ക്ക് നിങ്ങളൊന്ന് വർത്താൻ പറയും, നിങ്ങളുടെ ഒരു ഉന്മേഷം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടി ഓരോ അങ്ങനെയൊക്കെ വേണമെന്നാണ്. അല്ലെങ്കിൽ അപ്പോൾ ഇൻട്രാക്റ്റീവാന്ന് പറയാൻ പറ്റുള്ളൂ. സാദിഖ് ഭായ് അല്ലേ? കുറച്ചൊരു ഇൻട്രാക്ഷൻ നിങ്ങൾക്കും വേണ്ടേ? മുലയിൽ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അൽഹംദുലില്ലാ. നമുക്കിന്ന് പായസം വിതരണം ചെയ്തൊരു സുഹൃത്ത് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അലി. മുഹമ്മദ് അലി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി എന്നായിരിക്കും. നമ്മൾ മുഹമ്മദ് അലി എന്നാക്കുന്നത് അങ്ങനെയാണ്. മുഹമ്മദ് അലി അവരുടെ വകയാണ്. ഒരു ആൺകുഞ്ഞ് പിറന്ന സന്തോഷത്തിലാണ്. പ്രത്യേകം ദുആ ചെയ്യുന്നു പറഞ്ഞു. അൽഹംദുലില്ലാ. അല്ലാഹു കുട്ടിയെ സ്വാലിഹായ കുഞ്ഞായി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ സ്വതഖ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വഅഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമഹ. അല്ലാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാളെ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, നമ്മൾ അങ്ങനെ ദ്വാരിക്കൂലേ? ഹബീബിൻ്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കണം, തങ്ങളുടെ കൂടെ അവ്വൽ സുംറത്തിൽ സ്വർഗത്തിൽ കടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. തങ്ങളുടെ കൂടെ ഇരിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, നിങ്ങളിൽ നിന്ന് എന്നോട് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നവര്, വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമഹ, നാളെ അന്ത്യനാളിൽ നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ അരികത്തേക്ക് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കാൻ ഭാഗ്യം കിട്ടുന്ന ആളുകളും, അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽ സ്വഭാവമുള്ള ആളുകളാണ്. സൽ സ്വഭാവമുള്ള ആളുകളാണ്. സൽ സ്വഭാവമുള്ള ആളുകൾ. നബി തങ്ങളത് വിശദീകരിക്കുകയാണ് കേട്ടോ. ഇനി അതാരാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമ്മുടെ സുഹൃത്ത്, കുവൈത്തിലെ സുഹൃത്ത്, അദ്ദേഹം ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി വന്നിട്ട് വാപ്പയുടെ ഒരു സ്വഭാവ ഗുണം ഒരു ജഡ്ജിൻ്റെ മുമ്പിൽ പറഞ്ഞ് അദ്ദേഹം അതിന് സാക്ഷിയായിട്ടുണ്ടായിരുന്നു ഒരു കേസിലെന്ന് പറയാം. അപ്പോൾ അദ്ദേഹം പറയാം, വാപ്പ ഒരു ഡോക്ടറേറ്റ് കിട്ടിയ വളരെ അറിയപ്പെട്ട ഒരു പ്രൊഫസറാണ്. അദ്ദേഹം മെഡിസിൻ, ഒരു ഫിസിസിസ്റ്റ്, അദ്ദേഹം ഒരു ഫിസിഷ്യൻ കൂടിയാണ്, വലിയ ഡോക്ടറാണ്, PhD ചെയ്ത ആളുമാണ്, വലിയ സ്ഥാനമുള്ള ആളാണ്. ആ പെൺകുട്ടി വന്നിട്ട് ജഡ്ജിൻ്റെ മുമ്പിൽ പറയാണ്, എൻ്റെ ഉപ്പ വീട്ടിലെത്തിയാൽ കടിച്ചു കീറുന്ന ഒരു മൃഗമാണ്, വാപ്പയല്ല. ഈ വാപ്പയുടെ സൽസ്വഭാവമൊന്നും ജനങ്ങൾക്കിടയിലും നാട്ടുകാർക്കിടയിലും കാണുന്ന ഇതൊന്നും എൻ്റെ വീട്ടിലോ എൻ്റെ ഉമ്മയോടോ ഞങ്ങളോടൊന്നും വാപ്പ ഇങ്ങനെ പെരുമാറാറില്ല
അപ്പം അങ്ങനെ ജഡ്ജ് പോലും മൂക്കത്ത് വിരലിച്ചു പോയി എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇത്രയും നല്ല റെപ്യൂട്ടേഷനുള്ള ഒരു മനുഷ്യൻ വീട്ടിൻ്റെ ഉള്ളിലെത്തുമ്പോൾ വീട്ടുകാരുടെ മുമ്പിൽ കടന്നാക്രമിക്കുന്ന ഒരു മൃഗത്തെ പോലെയാണ്. നല്ലൊരു സ്വഭാവം ഈ മനുഷ്യനില്ല. അപ്പം അങ്ങനെ ആയിക്കൂടാ. നമ്മുടെ സ്വഭാവം നന്നാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ ഇഷ്ടപ്പെടുക, അള്ളാഹു ഇഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ നന്നാക്കിയെടുക്കുക. അള്ളാഹു നമ്മളൊക്കെ സഹായിക്കട്ടെ. ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. ഹബീബിൻ്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ഹബീബായ നബി തങ്ങൾ നമ്മളെ സ്നേഹിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം. നമുക്ക് അങ്ങോട്ട് നബിയെ സ്നേഹിക്കാൻ പറ്റും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് എളുപ്പമാണ്. വൺ വേ. അറക്കല ബീവിനെ കെട്ട അരസമ്മതം കിട്ടിയല്ലോ പണ്ട്. കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കണ്ണൂർ അല്ലേ അങ്ങനെ പറയാറില്ലേ? അരസമ്മതത്തിന് പണിയില്ല. അപ്പം അത് അരസമ്മതം എന്ത് ഞാൻ അങ്ങോട്ട് സമ്മതിച്ചേക്കണേ, ബീവി സമ്മതിച്ചില്ല. ബീവി കൂടെ സമ്മതിച്ചാലേ കല്യാണം നടക്കുള്ളൂ. അരസമ്മതമായിട്ട് അരസമ്മതം അതല്ല വിഷയം. അങ്ങോട്ട് സ്നേഹിക്കാൻ എളുപ്പമാണ്. ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ അതാണ് വിഷയം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നത് എപ്പോഴാണ്? അതാണ് ഈ പറഞ്ഞ ഹദീസ്. ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു, ഇമാം തബറാനി തങ്ങൾ, ഇബ്നു ഹിബ്ബാൻ തങ്ങൾ ഇവരൊക്കെ റുവാത്തു സ്വഹീഹ്, ഇമാം ബുഖാരി തങ്ങളുടെയും മുസ്ലിമുകളുടെയും ഒക്കെ റിവായത്തുകൾ വന്ന റാവിമാർ വന്ന വളരെ പ്രബലമായ ഹദീസാണ് എന്നർത്ഥം. അതാണ് അഹാസിയുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള ആളുകളാണ് എൻ്റെ അരികത്ത് വന്നിരിക്കാനും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളും നിങ്ങളിൽ സൽസ്വഭാവമുള്ള ആളാണ്. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലോ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഹബീബായ നബിയെ അങ്ങയുടെ സ്വഭാവം അമേസിംഗ്, അത്ഭുതകരമാണ്. നബി അങ്ങയുടെ സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതകരമാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോരോ അനുഭവങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലായി, ഇതൊരു സാധാരണ ഒരു മനുഷ്യൻ്റെ സാധാരണ ഒരു ജീവിതത്തിലുള്ള ഒരു പെരുമാറ്റമല്ല ഹബീബിൻ്റേത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മനുഷ്യന്മാർക്ക് കഴിയൂലേ എന്നൊക്കെ തോന്നിപ്പോകും. എങ്ങനെ തങ്ങളത് നേടിയെടുത്തു എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല കൊടുത്ത തർബിയത്താണത്. അതുകൊണ്ടാണ് ഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള ആളുകൾ അവരാരാണെന്ന് ഹബീബ് തങ്ങൾ വിശദീകരിക്കുന്നു. അൽ മൗതൂന അക്നാഫൻ, ചാഞ്ഞു കിടക്കുന്നവരെന്ന് പറയില്ലേ, ചാഞ്ഞു കിടക്കുന്ന മരത്തിൽ ചവിട്ടി കയറാൻ പറ്റുമല്ലോ എന്നൊക്കെ നമ്മളൊരു ഉദാഹരണം പറയുമല്ലോ ചിലപ്പോൾ. അൽ മൗതൂന അക്നാഫൻ, അവരുടെ തോളിൽ ചവിട്ടി മറ്റുള്ളവർ കടന്നു പോകും എന്ന് പറഞ്ഞാൽ അവർ ഒതുങ്ങിക്കൊടുക്കുന്ന ആളുകളാണ്. മറ്റുള്ളവരുടെ തോളിൽ ചവിട്ടിപ്പോവും. അൽ മൗതൂന അക്നാഫൻ, അവരുടെ സൈഡുകൾ മറ്റുള്ളവർക്ക് ചവിട്ടാൻ വേണ്ടി നിന്നുകൊടുക്കുന്നവരാണ്. അവർക്കൊന്നും വിഷയമല്ല. അങ്ങനത്തെ ആളുകൾ, സഹിക്കുന്ന ആളുകൾ, വളരെ വിനയവും താഴ്മയുള്ള ആളുകൾ. അല്ലദീന യഅലഫൂന വയുലഫൂൻ, അവരങ്ങോട്ട് ഇണങ്ങിച്ചേരുന്നവരാണ്, അവരോട് ഇങ്ങോട്ടും ഇണങ്ങിച്ചേരാൻ പറ്റുന്നവരാണ്. അങ്ങനെ സൽസ്വഭാവമുള്ളവർ. ചില ആളുകളുണ്ടാകും, അവരോട് ചെന്ന് മിണ്ടാൻ എനിക്ക് പേടിയാണ്, സലാം പറയാൻ പേടിയാണ്, എന്താ മറുപടി വരാമെന്ന് അറിയില്ല, അതുകൊണ്ട് അങ്ങനത്തെ ആളുടെ കാര്യം പോക്കാണ്. യഅലഫൂന വയുലഫൂൻ, ഇങ്ങോട്ട് സ്നേഹം കാണിക്കും, അങ്ങോട്ട് സ്നേഹിക്കപ്പെടാനും കഴിയും. അത്തരം സൗമ്യരായ ആളുകൾ എന്നാണ് ഈ സൽസ്വഭാവികൾ എന്നും നബി തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. എപ്പോഴെന്ത് ചെയ്യേണ്ട, ഒരു റൂളിംഗ് സ്വഭാവം വേണ്ട. ഞാൻ പറഞ്ഞത് നടക്കുള്ളൂ അങ്ങനെയൊന്നും പറയണ്ട. എന്ത് ചെയ്യുക, ഒതുങ്ങി ജീവിക്കുക. ഒതുങ്ങി കൊടുക്കുക എന്ന് പറയില്ലേ, മൗതൂന അക്നാഫൻ. ഇനി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു വിഭാഗത്തെ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. വഇന്ന മിൻ അബ്ഗദികും ഇലയ്യ, നിങ്ങളിൽ ഞാൻ ഏറ്റവും ദേഷ്യപ്പെടുന്ന ആള്, നബി തങ്ങൾ ദേഷ്യപ്പെടുന്നവര്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, തങ്ങൾക്ക് ഇഷ്ടമല്ല. വഅബ്അദികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നിൽ നിന്ന് ഒരുപാട് ദൂരം മാത്രമേ നിൽക്കാൻ കഴിയൂ. അത്തരം ആളുകളെ ഞാൻ പറഞ്ഞു തരാം. അസ്വഉകും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും സ്വഭാവം മോശമായവർ അവരാരാണെന്ന് ഹബീബ് തന്നെ വിശദീകരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സർസാറൂന അൽ മുതഫൈഹിഖൂന അൽ മുതശദ്ദിഖൂൻ. അസ്സർസാറൂന, സർസാറു എന്ന് പറഞ്ഞാൽ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആളുകൾ. വർത്തമാനം പറഞ്ഞ് ബോറടിപ്പിക്കുക എന്ന് പറയില്ല, ചടപ്പിക്കുന്ന ആളുകൾ. അങ്ങനെ ചടപ്പിക്കാൻ പാടില്ല എന്നാ. ഒന്നവേ നിർത്താം നമ്മളല്ലേ.
സർസാറൂൻ. ചിലതല്ല പറഞ്ഞ് ബോറടിപ്പിക്കുന്നു. അടുത്തിരുന്നൊക്കെ പെട്ടുപോകും ചിലപ്പോൾ ആൾക്കാർ. വർത്തമാനം പറഞ്ഞിട്ടേ ഇങ്ങോട്ട് റെസ്പോൺസ് ഇല്ലാതെ റേഡിയോ പോലെ വർത്തമാനം പറയാം. ഞാൻ പറയണതൊക്കെ കേട്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാരുടെ. ഇതിൻ്റെയൊക്കെ ഉദാഹരണം ഇപ്പോൾ നിങ്ങളുടെ റൂമിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ ഓരോരുത്തർക്കും. അങ്ങനെ ആവരുത്. നമ്മൾ ഒരാളെ ബോറടിപ്പിക്കരുത്. ഓരോരുത്തരുടെ സന്ദർഭ സാഹചര്യം കണ്ടിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ഒരുപാട് സംസാരിക്കുക സർസാറൂൻ. അതും അനാവശ്യ വിഷയങ്ങളൊക്കെ ഇടപെട്ട് സംസാരിക്കുക. അവരുമായുള്ള ഒരു കാര്യമില്ല, എന്നാലും അതിൽ കയറിയിട്ട് പറയാം. അവരുമായിട്ട് ഒരു ബന്ധവുമില്ല, അവിടെ മിണ്ടാതിരുന്നാൽ മതി, ഇവർ തമ്മിലുള്ള വിഷയമാണ്, അതിൽ കയറിയിട്ട് സംസാരിക്കുക. അതിനാണ് സർസാറൂൻ എന്ന് പറയാ. ഹുവൽ കസീറുൽ കലാമി തകല്ലുഫൻ. അനാവശ്യമായി ഇടപെട്ട് ഒരുപാട് സംസാരിക്കുന്ന ആളുകൾ. നാളെ എൻ്റെ അരികത്ത് പോലും ഞാൻ അവരെ ഇരുത്തൂല, എനിക്കവരോട് ദേഷ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 2 വാക്കുകൂടെ തങ്ങൾ പറഞ്ഞു. അൽ മുതഫൈഹിഖൂന അൽ മുതശദ്ദിഖൂൻ. മുതഫൈഹിഖൂന അൽ മുതശദ്ദിഖൂൻ, മുതഫൈഹിഖൂൻ വൽ മുതശദ്ദിഖൂൻ. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബി തങ്ങളെ ഖദ് അലിംന സർസാറൂന വൽ മുതശദ്ദിഖൂൻ. മുതശദ്ദിഖീങ്ങൾ ആരാണ്? സർസാറൂൻ എന്ന് പറഞ്ഞവരാരാ? ഇത് ഞങ്ങൾക്ക് മനസ്സിലായി നബിയെ. ഫമൽ മുതഫൈഹിഖൂന, ഈ മുതഫൈഹിഖൂൻ എന്ന് പറഞ്ഞ വിഭാഗം ആരാണ്? ഖാല അൽ മുതകബ്ബിറൂൻ, അഹങ്കരിച്ചു നടക്കുന്ന ആളുകൾ. വലിയ അഹങ്കാരം, മനസ്സിൽ ഏതോ വലിയ ആളാണ് ഞാൻ എന്ന തോന്നൽ കൊണ്ടു നടക്കുന്ന ആളുകൾ. എനിക്കവരോട് ദേഷ്യമാണ്, ഞാൻ അവരരികത്ത് പോലും ഇരുത്തൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുതകബ്ബിറൂൻ. പിന്നെ പറഞ്ഞു അൽ മുതശദ്ദിഖൂൻ. മുതശദ്ദിഖ് എന്ന് പറഞ്ഞാൽ അൽ മുതകല്ലിമു. ശരിക്കും മനസ്സിലാക്കുക. അൽ മുതകല്ലിമു ബിമിൽഇ ശിദ്ഖിഹി, വായ മുഴുവൻ തുറന്നു വെച്ചിട്ട് സംസാരിക്കുക. തഫാസുഹൻ വതഅദീമൻ ലികലാമിഹി, പറയുന്ന വാക്കിനൊരു വലിയ ഗാംഭീര്യം വേണം എന്നുദ്ദേശിച്ചുകൊണ്ട്, പറയുന്ന വാക്കുകൾ ഖനമുള്ളതാകണം എന്നുദ്ദേശിച്ചുകൊണ്ട് വായ നിറച്ച് ഗൗരവത്തിൽ പറയുന്ന മനുഷ്യന്മാർ അങ്ങനെയൊക്കെ ഉണ്ട്. വായ നിറച്ച് പറയാം. അള്ളാഹുവിന് ഇഷ്ടമല്ല, നബി തങ്ങൾക്ക് ഇഷ്ടമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ മതി. സന്ദർഭത്തിൽ അങ്ങനെ പറയണ്ട. അതെന്താ ഈ വായ നിറച്ച് പറയലാണ്? എന്തോ ഒരു വല്ലാത്ത ഒരു അഹങ്കാരത്തിൻ്റെ അങ്ങനെ കോപ്പിടിച്ച് പറയുന്ന മനുഷ്യന്മാരുണ്ട്. അത് ചെയ്യാൻ പാടില്ല. വല്ലാത്തൊരു എന്ന് പറഞ്ഞ് തൊണ്ടയിൽ നിന്ന് എടുത്തിട്ട് സംസാരിക്കുക, അതാണ് ഈ മുതശദ്ദിഖ് എന്ന് പറഞ്ഞാൽ. അത് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അങ്ങനെ തന്നെ വേള പറയാം, അങ്ങനെ തന്നെ പ്രസംഗിക്കുക, അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യുക. അത് ചെയ്യരുത്. ആര് ചെയ്താലും അത് കോപ്പിയെടുക്കാനും പാടില്ല. അങ്ങനെ ചെയ്യരുത്. നബി ഞങ്ങൾക്ക് അബ്അദുകും മിന്നി മജ്ലിസ, എൻ്റെ അരികത്ത് പോലും ഇരുത്താൻ ഞാൻ വിടൂല. അവർ ദൂരെയായിരിക്കും. ഇങ്ങനെ വായ നിറച്ച് ഗാംഭീര്യത്തിൽ തൊണ്ടയിൽ നിന്ന് എടുത്തിട്ട് ആ സംസാരമൊന്നും വേണ്ട. മാന്യമായൊരു മനുഷ്യൻ്റെ സംസാരം ഉണ്ടല്ലോ, അങ്ങനെ സംസാരിച്ചാൽ മതി. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ തങ്ങൾ എന്തിനാ ഇടത്ത് വിടുത്തു പറയുന്നത്? ഇത്തരം സ്വഭാവങ്ങൾ നബി തങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് തങ്ങൾ നേർത്ത് പറഞ്ഞു തരാം. അല്ലെങ്കിൽ ചീത്ത സ്വഭാവക്കാർ തങ്ങൾക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സൽസ്വഭാവം എന്താ, ചീത്ത സ്വഭാവം എന്താ, ഒരു കോമൺ സെൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ നബി തങ്ങൾ ചേർത്ത് പറയാൻ, ഇങ്ങനെ പറയുന്ന ആളുകൾ ഇത് വേണ്ട, അത്തരം സ്വഭാവങ്ങൾ എനിക്കിഷ്ടമല്ല, അത്തരം ആളുകൾ ഞാൻ ദേഷ്യപ്പെടുന്നവരാണെന്നും എൻ്റെ അകലെയാണ് ഞാൻ അവരെ നിർത്തുക, അടുപ്പിക്കുക പോലുമില്ല എന്ന് ഖിയാമത്ത് നാളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്ത് ചെയ്യണം? സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്, വാള് പറയുന്നവരെ കുറിച്ചാണ് പറയുന്നത്, പൊതുജനങ്ങളോട് സംസാരിക്കുന്നവരുടെ കുറിച്ചാണ് പറയുന്നത്, ഒരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നവരോട്, ഇവരൊക്കെ ഈ വിഷയം ശ്രദ്ധിക്കണം. സർസാറൂൻ, അനാവശ്യമായി വെറുതെ സമയം കളയാൻ പാടില്ല. മുതഫൈഹിഖൂൻ, അഹങ്കാരത്തിൻ്റെ സ്വഭാവത്തിൽ ഏതോ വലിയ ആളാണ് എന്ന രീതിയിൽ സംസാരിക്കല്ലേ. അൽ മുതശദ്ദിഖൂൻ, വായ നിറച്ചു വെച്ചിട്ട് തൊണ്ടയിൽ നിന്നെടുത്തിട്ടുള്ള സംസാരം, അങ്ങനെയൊന്നും പറയും. പച്ച മലയാളത്തിൽ പറയുമ്പോൾ ആ മലയാളത്തിന് സ്വാഭാവികമായി പറയേണ്ട ഒരു എനർജി എടുത്തിട്ട് പറഞ്ഞാൽ മതി. ബാക്കി മൈക്കിൻ്റെ എനർജിമ കിട്ടിയാൽ മതി. തൊണ്ടയിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യരുത്?
ആ ഒരു ഗാംഭീര്യം ഉണ്ടാക്കേണ്ട ശബ്ദത്തിന് ചെയ്യാൻ പാടുള്ളതല്ല. അത് അള്ളാഹുവിന് ഇഷ്ടമല്ല, ഹബീബിന് ഇഷ്ടമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു കാര്യം കൂടെ നബി തങ്ങൾ ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിസാബിൻ്റെ സമയത്ത്, അവിടുത്തെ വിചാരണ സമയത്ത് ഹബീബിൻ്റെ ഷഫാഅത്ത് അള്ളാഹു നമുക്ക് നൽകണം.